പുതുവർഷ ദിനത്തിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഇന്നലെ 1,00,000-ൽ പരം തീർത്ഥാടകർ ദർശനം നടത്തി. തിരക്ക് വർദ്ധിച്ചതോടെ കാനനപാത വഴി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തർക്ക് നൽകിവന്ന പ്രത്യേക പാസ് ദേവസ്വം ബോർഡ് നിർത്തലാക്കി. മകരവിളക്കിനായി ശബരിമല നട തുറന്നതോടെ പരമ്പരാഗത കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു. പുതുവർഷ ദിനത്തിലും വലിയ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നീണ്ട ക്യൂ ഇവിടെ ദൃശ്യമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. ഇവർക്ക് കുടിവെള്ളം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് തീർത്ഥാടകർക്ക് ശബരി സന്നിധിയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് കൃത്യമായി കുടിവെള്ളം ഉൾപ്പെടെ നൽകി വരുന്നുണ്ട്. അങ്ങനെ കുടിവെള്ളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല എല്ലാവരും കുടിക്കുന്നുണ്ട്. നല്ല വെച്ചാൽ ഒരു ആർത്തിയോടെ കുടിക്കുന്നത്. കാരണം അത്രയും നേരം ക്യൂവിൽ നിന്നുകൊണ്ട് നല്ല സ്വാദിഷ്ടമായി തന്നെ അവർ കുടിക്കുന്നുണ്ട്. നല്ല ചൂടോടെ തന്നെ കൊടുക്കുന്നുണ്ട്. പറയുകയാണെങ്കിൽ 1,483 തീർത്ഥാടകർ ഇന്നലെ ദർശനം നടത്തി മടങ്ങി. അതിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവരുണ്ട്. അതേപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്. സ്പോട്ട് ബുക്കിംഗ് 24,000-ൽ പരം പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് ദർശനത്തിന് എത്തിയത്. കാനനപാത വഴി പ്രത്യേക പാസ് മൂലം തീർത്ഥാടകർ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു. ഇത് ഹൈക്കോടതിയുടെ കൂടി ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയത്. എന്നാൽ അനിയന്ത്രിതമായ തിരക്ക് വർദ്ധിച്ചതോടെ ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തി താൽക്കാലികമായി ഈ പാസ് സംവിധാനം നിർത്തലാക്കിയിരിക്കുകയാണ്. അതും യാതൊരു പ്രശ്നമോ പരാതികളോ ഇല്ലാത്ത ഒരു മകരവിളക്ക് മഹോത്സവ കാലം കൂടി പൂർത്തിയാക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്.